എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് സമഗ്ര അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിന്റെയും ക്ലാസ് ടീച്ചറുടെയും മൊഴിയെടുത്തു. വൈസ് പ്രിൻസിപ്പലിൽ നിന്ന് കുട്ടിക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് അമ്മ പരാതിയിൽ പറഞ്ഞിരുന്നു. സഹപാഠികളിൽ നിന്നുണ്ടായ ക്രൂര പീഡനത്തെ തുടർന്നുണ്ടായ മനോവിഷമാണ് മകനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കുട്ടിയുടെ അമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഇതേക്കുറിച്ചാണ് പോലീസ് വിശദമായി അന്വേഷിക്കുന്നത്. കുട്ടി നേരത്തെ പഠിച്ചിരുന്ന കാക്കനാട്ട് സ്കൂളിൽ വെച്ച് വൈസ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും മാനസിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും അമ്മയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വൈസ് പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, മറ്റ് അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തത്. പരീക്ഷാ സമയമായതിനാൽ കുട്ടിയുടെ സഹപാഠികളിൽ നിന്ന് ഉടൻ മൊഴിയെടുക്കാനാവില്ലെന്ന് പോലീസ് പറഞ്ഞു. മരിച്ച 15-കാരന് നീതി തേടിയുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റും പിന്നീട് ഇത് അപ്രത്യക്ഷമായതിനെക്കുറിച്ചുമെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയുടെ അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഇതിനിടെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ശിശുക്ഷേമ സമിതിയും അന്വേഷണം നടത്തുന്നുണ്ട്. ആലോ വിദ്യാഭ്യാസ ഓഫീസർ ശിവദാസ് കഴിഞ്ഞ ദിവസം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെത്തി അധ്യാപകർ, മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.